എല്ലാം ശരിയായിട്ടും മനസ്സ് തളരുന്നുണ്ടോ? അത് ചെറിയൊരു വിഷമം മാത്രമല്ല, മനസ്സിനെ ശാന്തമായി വെക്കാൻ നമ്മോടുള്ള മനസ്സിന്റെ സഹായം തേടലാണ്. നമ്മളിൽ പലർക്കും തളരുന്നത് ശരീരമല്ല, മനസ്സാണ്. പറയാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ മനസ്സിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ക്ഷീണത്തിലേക്കുള്ള തുടക്കം. നിങ്ങൾ ദിവസവും വഹിക്കുന്ന ചുമതലകൾ എത്ര ചെറുതാണെങ്കിലും മനസ്സിനത് വലിയ ഭാരമാണ്. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ഒരു ദിവസം തുടങ്ങിയാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികളെ വിളിച്ചുണർത്തണം, അവർക്കുള്ള വസ്ത്രം, ഭക്ഷണം, സ്കൂളിലേക്ക് ഒരുക്കൽ, സ്കൂളിലേക്ക് അയക്കൽ, അവരുടെ ഹോംവർക്കുകൾ, അവരുടെ ഭാവി തുടങ്ങി ഭർത്താവ്, മറ്റു കുടുംബാംഗങ്ങൾ, അവരുടെ കാര്യങ്ങൾ, വീടൊരുക്കൽ, വസ്ത്രമലക്കൽ, അതിനിടയിൽ വാട്സപ്പ് ചാറ്റുകൾ, സൗഹൃദ സംഭാഷണങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ തുടങ്ങി ഓരോ ദിവസവും എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ വിശ്രമമില്ലാതെ ചിന്തകളാൽ നിങ്ങളുടെ മനസ്സ് തിരക്കിലാണ്. എന്നാൽ ഈ ഭാരം പലർക്കും തിരിച്ചറിയാനാവില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ഓരോ ദിവസവും ഇത് അനുഭവിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ കൂടെ നമ്മൾ പലരോടും ചില സന്ദർഭങ്ങളിൽ നമുക്ക് പലതും സംസാരിക്കാനുണ്ടാകും. എന്നാൽ ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ ചിന്തിക്കേണ്ട, പിന്നെ പറയാം എന്നു കരുതി മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ ഇങ്ങനെ മാറ്റിവെക്കുന്ന ഓരോ വികാരവും നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിശബ്ദമായി കിടക്കും. അവ പുറത്തു വരാത്തത് കൊണ്ട് അവ ഇല്ലാതാകുന്നില്ല. അവയാണ് പിന്നീടൊരു തളർച്ചയായി മനസ്സിനെ പിടികൂടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു ദിവസത്തെ സമയത്തിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? നിങ്ങൾക്കായി സമയം മാറ്റിവെക്കുക എന്നാൽ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നല്ല. പകരം നിങ്ങളുടെ മനസ്സിന് വിശ്രമിക്കാൻ വേണ്ടി എത്ര സമയം കണ്ടെത്തുന്നു എന്നതാണ്. സ്ക്രീൻ ഉപയോഗിക്കാതെ, മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ മനസ്സിനെ ഫ്രീ ആക്കി വിടുക. ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ മനസ്സിന് വിശ്രമം കൊടുക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പഠിച്ചത്. തീരുമാനങ്ങൾ, ചിന്തകൾ, ഒഴിഞ്ഞുമാറാത്ത വേദനകൾ ഇവ മനസ്സിനെ കണ്ടിന്യൂസായി പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്നു. ശരീരം വിശ്രമിച്ചാലും മനസ്സ് ക്ഷീണിച്ചിരിക്കും. അതാണ് തളർച്ചയുടെ യഥാർത്ഥ കാരണം. ദിവസത്തിൽ 5 മിനിറ്റ് മനസ്സിനു വേണ്ടി മാറ്റിവെക്കുക. ഒട്ടും റഷില്ലാതെ ശാന്തമായിരിക്കുക. മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും കടന്നു പോകാൻ അനുവദിക്കുക. മനസ്സിൻ്റെ ശബ്ദം കേൾക്കപ്പെടുമ്പോഴാണ് അത് സ്ലോലി സുഖപ്പെടാൻ തുടങ്ങുന്നത്. തളരുന്നത് തെറ്റല്ല, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്നാൽ ആ തളർച്ചയിൽ കുടുങ്ങിക്കിടന്ന് നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ കേൾക്കുക. ചെറിയ ഇടവേളകൾ നൽകുക. ആഴത്തിൽ സുഖപ്പെടുക. മികച്ച ജീവിതം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത്തരം വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരൂ.